ഗൈസ് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ന് പുത്തൻ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ കളിക്കുന്ന ഗെയിമിൻ്റെ പേരാണ് ഡീമൺ സ്ലെയർ മോഡ്. അത് മൈൻക്രാഫ്റ്റിൽ. എനിക്കറിയാം ഞാൻ എത്ര കാട്ടുപോട്ടാണ് അത്, എത്ര പ്രാവശ്യം മൈൻക്രാഫ്റ്റ് സെർവറിൽ ഞാൻ ചത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഞാൻ ചാവും. പിന്നെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാക്കി പ്ലീസ് ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. നമുക്ക് ഫസ്റ്റിൽ തന്നെ മരം വെട്ടി പെട്ടെന്ന് തന്നെ വില്ലേജ് ആപ്പാം. രാത്രിക്ക് മുമ്പ് ഡീമൺസിൻ്റെ അടി വാങ്ങാതിരിക്കും. കോഴി ഒരടിയും കൂടെ അടിച്ച് ചത്ത്. നിൽക്കടാ കോഴി, നിൽക്കടാ കോഴി, നിൽക്കാൻ എന്തോട്ടോ. ആ കോഴി രക്ഷപ്പെട്ടും ചെയ്തു. സോറി ഗൈസ്, എനിക്കൊരു കോഴീനെ പോലും കൊല്ലാൻ അറിയത്തില്ല. കോഴീനെ ദേഷ്യം വിടും. ആ കോഴി ചാവടാ. ഗൈസ് കണ്ട ഗൈസ്, ഞാൻ കോഴിനെ കൊല്ലാൻ പഠിച്ചു ഭയങ്കര ജാവയിൽ. ഓറ എന്ത് ചെയ്യടാ നീ, ഓറ. അങ്ങനെ നമ്മൾ ആക്സും പിക്കറ്റ്സും ഉണ്ടായി കഴിഞ്ഞ് ഇനി നേരെ ഷീപ്പിനെ കൊല്ലാൻ പോവാം. യാടാ ഷീപ്പ്, ഷീപ്പേ ഞാൻ വന്നേ. 2000 years later. ഇതാരാ? ഇത് മറ്റേലിയല്ലേ? അയ്യോ അറിയാതെ അടിച്ച്. സോറി ബ്രോ, അറിയാതെ അടിക്കുക ബ്രോ. ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ കൈ കൊണ്ടും അബദ്ധം കൊണ്ട് പറ്റൂ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കുറേ അബദ്ധങ്ങൾ കാണാൻ പറ്റൂ. ഞാൻ ഈ അബദ്ധം സ്ഥിരം ചെയ്യുന്നേ, അപ്പം നിങ്ങളിത് മൈൻഡ് ചെയ്യണ്ട. അവൻ നമ്മുടെ പുറകിൽ നിന്ന് പോയി. ഇനി നിൻ്റെ ഊഴം. ഇനി അവിടെയൊക്കെ തപ്പി, നീ കാരണം അവനെ ഞാൻ അടിച്ച. ഈ വില്ലേജ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അപ്പുറത്തെ ലാൻഡിൽ പോയി നോക്കണം. വില്ലേജ് ഫുഡ് വേവിക്കാതെ കഴിക്കില്ല, വയറിന് നല്ലതല്ല. അപ്പോൾ നമ്മൾ സ്റ്റോൺ തപ്പാൻ തീരുമാനിച്ചു. എനിക്ക് ഡയറക്റ്റ്ലി മൈൻഡ് ചെയ്യാൻ അറിയാം. ചിലപ്പോൾ അങ്ങനെ കേവിലോട്ട് വീണാലോ. അതേ കേവ്. സ്റ്റോൺ മൈൻഡ് ചെയ്യാൻ കേവ് കിട്ടി. അയ്യോ ആരാ? അയ്യോ ആരാ? കഷ്ടപ്പെടുത്ത ലൂട്ട് സെറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ സ്റ്റോൺ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ നിന്നാലും ഞാൻ ഇനി സ്റ്റോൺ മൈൻഡ് ചെയ്യത്തില്ല. പട്ടി ഇനി ആരും വരും. നമുക്ക് ഈ സൈഡിൽ നിന്ന് ആരെയും വരുമ്പോൾ ഞാൻ കണ്ട വഴി ഓടും. പട്ടി ചലന്തി പേടിപ്പിച്ച് എല്ലാവരും എന്നെ ഇട്ട് കളിയാക്കുവാണല്ലോ മൈൻക്രാഫ്റ്റിലും. മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷനിൽ ഞാൻ പ്രോയാ. ജാവയിൽ കാട്ടുപോട്ടാ. അത് ഞാൻ ആദ്യം തന്നെ പറയാം. സ്റ്റോൺ ടൂളിലോട്ട് വേണം. ഒത്തിരി സ്റ്റോൺ വേണം സ്റ്റോൺ ടൂളിട്ടാവാൻ. ഗൈസ്, ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്രീപ്പർ വന്ന് ഓട്ടി. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ സമയത്ത് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചതിച്ച്. ഷീപ്പിനെ കൊല്ലാനുള്ള ഇത് വെച്ചേ, ബട്ട് ഷീപ്പ് കിട്ടിയില്ല. ഒരു ഷീപ്പിനെ മാത്രം നമ്മൾ കൊന്നു നിൽക്കുന്നവർ ഞാൻ. ഷീപ്പ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എനിക്കന്ന്. ചലന്തി, ക്രീപ്പർ, ഇനി ഡീമണും സോംബിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. അതും കൂടെ ആകുമ്പോൾ എല്ലാം സെറ്റായി. അയ്യോ ഇപ്പം കേവിൻ്റെ അകത്തോട്ട് വേണമെങ്കിൽ ഫുഡായി. കഴിച്ച്. ഓ ഹാർട്ട് പെട്ടെന്ന് ഓടുന്നു. രക്ഷപ്പെട്ട്. ഇപ്പോൾ ഹാർട്ട് ഫുള്ളാവും. ഇപ്പം റെഡിയാവും. ഇപ്പം തീരും. 2000 years later. ആരാടാ ഇപ്പം അടിക്കുന്ന? അയ്യോ രാജ്യം വിട്ട്. അടിക്കില്ല പുറകിന്ന് അടിക്കില്ല. ആരാ? ഡീമൺ തീർന്ന്. തുടക്കം തന്നെ ഒരു ഡീമണെ കണ്ട് നമ്മൾ തിരിച്ചു കിട്ടും. സ്കേൾട്ടാ നിന്നെ ആയിട്ട് ഞാൻ തോപ്പിക്കോളാം. നിന്നെ
ഞാൻ പ്രോയാൻ തെളിയിക്കും. നീ എന്താ കാട്ടുപോട്ടാന്ന് ചോദിച്ചാ കണ്ട കൈശ്. ആ ഇനി നമ്മൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും പിക്കാഷ് എല്ലാം പൊട്ടിയാൽ നിങ്ങൾ ഫുഡ് കൈ പിടിച്ചുകൊണ്ട് ഓടണം, തിന്നണം, തിന്ന് വയറ് നിറയ്ക്കണം. അതാരാ? അയ്യോ ഡീവൻ, ഓയ്യോ ദൈവം വന്ന് ഡീവൻ സ്ലേയറെ വാടാ. അയ്യോ പുറകിലുണ്ടാ കൈശ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ഓടണം. ഞാനെല്ലാം പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് ഡീവ പരിഭവം. അവിടെയും ആൾക്കാർ. അയ്യോ എന്തൊക്കെ മാറൂ മത്തിയാ. സ്പോണായി. എവിടെയാ നമ്മൾ സ്പോണായത്? സേഫല്ലേ? സേഫാ? അല്ല, സേഫല്ല. ഇപ്പം സേഫായി. ഇപ്പം നമ്മൾ സേഫാ. ഉള്ള ഡീമണെല്ലാം കൂടെ കൊന്ന്. റാങ്കിലെ ഡീമണാന്ന് തോന്നുന്നു. അപ്പർ റാങ്ക് ഡീമൺ നമ്മളെ കൊന്നിട്ടിട്ട് പോയി. അപ്പം അപ്പർ റാങ്ക് ഡീമൺ ആയതുകൊണ്ട് നിങ്ങൾ കളിയാക്കണ്ട. അപ്പർ റാങ്കുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്താലും തോക്കും. കുറച്ച് ലെജൻഡുകാരൊക്കെ തോപ്പിക്കത്തുള്ളൂ. അതെന്നെ പോലത്തെ. ഞാൻ ഡീമൺ സ്ലെയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അല്ലെ ഞാൻ ജയിക്കും. എൻ്റെ ഗ്യാരണ്ടി. അതാരാ? പാമ്പിനെയും കൂടെ കുറവൊക്കെ ഉള്ളായിരുന്നു. എടാ ഡീമൺ സ്ലെയർ. നീ കിട്ടി. എടാ നീ ഇവിടെ ഉണ്ടായിരുന്നു. അത് സെമിസുവിൻ്റെ കൂട്ടുകാരൻ. പ്ലീസ് എന്നെ രക്ഷിക്ക്. ഓളെല്ലാവരും കൂടെ എന്നെ കൊല്ലുക. നീ റാങ്ക് കൂടിയവനല്ലേ? പവറൊക്കെ കാണിക്കുന്നുണ്ടോ? സോമ്പിനെ കൊല്ലാൻ വേണ്ടിയാ? 2 വാളും കൊണ്ട് നീ എന്ത് കാണിക്കാനേ? ഒരു വാള് താടാ ബ്രോ, ഒരു വാള്. അയ്യോ ഞാൻ അറിയാതെ അടിച്ചു പോയതാ. 2000 years later. ഇതാരാ? അയ്യോ അവിടെ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഇതിനെന്നെ അറ്റാക്ക് ചെയ്ത്. എൻ്റെ പൊന്നോ, അവൻ പോയി കാണാൻ ഞാൻ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്ത്. അവിടെ ഇപ്പോൾ ഉണ്ട്. ഓടിപ്പോയിട്ട് കൂടെ എടുത്തോണ്ട് കൂടാ. ലാഗടിക്കുന്നു. അതിൻ്റെ അടുത്ത് എന്താ വലുത് സംഭവിക്കാൻ പോവാ? ഒന്നും സംഭവിച്ചില്ല. ഇത് സംഭവിക്കും. എനിക്ക് ആദ്യമേ എന്നെ ഉറപ്പുണ്ടായിരുന്നു. ബ്രോ നമുക്ക് സംസാരിച്ച് തീർക്കാന്ന്. ഞാനൊരു പാവപ്പെട്ടവനാ. ബ്രോ രക്ഷിക്കൂ ബ്രോ. കുതിരേ ടൂൾ എടുത്തോണ്ട് പോടാം. ടൂളെങ്കിൽ അറ്റ്ലീസ്റ്റ് ടൂളെങ്കിലും കിട്ടില്ല. വാള് വേണം, വാള്. അമ്മേ ബ്രോ പറഞ്ഞെടുക്കാം ബ്രോ. അതും എന്തുവാ? എനിക്ക് തോന്നുന്നതാണോ? ചെന്ന് നോക്കാം, എന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത സാധനങ്ങൾ വന്നു തുടങ്ങിയ. ഇതെന്തോ ഓബ്സിഡിയൻ ഹീറോറൈൻ്റെ പരിപാടിയാ. വന്നപ്പോൾ തന്നെ അവൻ തുടങ്ങി. ഇതെനിക്ക് പരിചയമുള്ള സ്ഥലം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറേ ദൂരം എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ട സത്യമാണോ? അതെന്തും ഗൈസ്, നമുക്ക് ഫുഡ് കളക്ട് ചെയ്യാം. മെയിനായിട്ട് ഞാൻ ഫുഡ് കളക്ട് ചെയ്യും. ഫുഡില്ലാതെ ഒരു ജീവിതമില്ല. വില്ലേജിൽ നിന്ന് താഞ്ചീറുള്ള വാളെല്ലാം കിട്ടിയാൽ മതി. ഞാൻ രക്ഷപ്പെട്ട്. അങ്ങനെ എന്തായാലും കിട്ടത്തില്ല. എന്നാലും ഞാൻ ഇതൊക്കെ ഓണാക്കി എന്തിനാ? ഫസ്റ്റ് തന്നെ ഇവിടുത്തെ ചെസ്റ്റ് ഓർ നോക്കാം എന്തെങ്കിലും ഉണ്ടാകും. എന്ത് പറയണം ഗൈസിനെ കുറിച്ച്? എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ സാധനങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറയുമ്പോൾ എടാ ലെതറിൻ്റെ അത് ലെതർ ഇങ്ങോട്ടല്ലല്ലോ. മോനെ ഒരെണ്ണം കിട്ടി. ഇത് റയറല്ലേടാ. ഇവന്മാർ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന. ഡീമൺസ് കാണുമോയെന്നൊരു ഡൗട്ടുണ്ട്. പെട്ടെന്നൊരു ഡീമൺ കൈ ഇരിക്കട്ടാ. എന്തുവാന്നറിയത്തില്ല. ഡീമൺസ് ലേണ്ടാത്തുള്ളത്. അപ്പം ഉറപ്പായി എന്തെങ്കിലും ആവശ്യം കാണും. ഇതിൻ്റെ അകത്ത് കാണൂല. അപ്പോൾ അത് ഞാനത് വണ്ടി കാണത്തില്ല. അതുകൊണ്ടുണ്ട്. കോപ്പർ ഒരിക്കലും ഞാൻ എടുക്കൂല. നേരെ ഇതിൻ്റെ അകത്ത് പോയി അടുത്ത ഫുഡ് എടുക്കാം.
എനിക്കറിയില്ല ഇവിടെ ആരും ഇല്ലാത്ത എന്താന്ന്. ഫുഡ് ചുമ്മാ അല്ല, നേരത്തെ ലാഗ് അടിച്ച് ഇവിടെ വില്ലേജ് വന്നതാ. നമുക്ക് കുറേ ക്യാരറ്റ് കിട്ടി ഗൈസ്. ഞാൻ എൻ്റെ ഇത് 2 ഡിസ്റ്റൻസ് മിക്കവാറും കുറയ്ക്കേണ്ടി വരും, അത്രയ്ക്കും ലാഗ്. അതൊന്നും എന്തുവാ? ഇതെടുക്കണ്ട, ഇരിക്കട്ടെ. ഇതെന്തുവാ സംഭവം? ഇത് കയ്യിരിക്കട്ടെ. എന്തൊരു കുന്തമാണ്, കയ്യിലെടുക്കട്ടെ. എവിടെ എന്തുവാ? ഇതൊരു കുന്തം. അയ്യ ബെഡ്ഷീറ്റാ? ഉറങ്ങാൻ പറ്റുക? ക്രൗച്ച് ചെയ്തിട്ട് നോക്കട്ടെ. എന്തോ സംഭവിച്ച് കൈസ്? രാത്രിയായെന്നൊരു ചിന്ത. രാത്രി യെസ്, രാത്രി. എൻ്റെ മോനെ, എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം. നീ ഉറങ്ങ. രാവിലെ ആകും നോക്കട്ടെ. രാവിലെ മതി. ബെഡിന് തപ്പേണ്ട ആവശ്യമില്ല. എനിക്ക് ബെഡും കിട്ടി, എല്ലാം കിട്ടി. ഇനി വില്ലേജ് വേറെ കുന്തം വല്ലതും ഉണ്ടോ? ഡീമസ്ലെയറിൻ്റെ സോഡ് അങ്ങനെ വല്ലതും കുന്തം ഉണ്ടോ? തുറക്കടേ. MC Gamer is here. Don't pick up here. Just പൊട്ടിക്ക് ഒന്നും വിടൂല. എന്തുവാണ് ഗൈസ് ഞാൻ കാണുന്നത്? ഇതൊക്കെ റെയറാണ്. അതിങ്ങനെ ഇവന്മാർ കൊടുക്കുന്നത്, അത് ഫ്രീ ആയി. മണ്ടക്ക് വല്ലതും ഉണ്ടോ സാർ? ഗൈസ് നമുക്ക് ദൂരെ പോവാം. നമ്മൾ ഒരു വീടുണ്ടാക്കുന്ന സ്ഥലം ലുക്കായിട്ട്. ഇത് കണ്ട ഗൈസ്, എന്ത് ഭാഗ്യം നോക്കതേ. അവിടെ ഒരു വില്ലേജ്, ഇവിടെ ഒരു വില്ലേജ്. ഫുള്ള് ഭാഗ്യം. കൈ വാള് കണ്ടായ കോലം കൊല്ലു. എൻ്റെ ലോജിക്. അയ്യോ, ഞാൻ ഇത് നശിപ്പിച്ച്. ഒരു വുഡ് പ്ലേസ് കൊടുത്തേക്കാം. പാവപ്പെട്ടവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വല്ലതും ഉണ്ടോ? ഓടാ, അവൻ്റെ വീടാണ്. വെയിറ്റ്, എന്തിനു എനിക്കിരുന്ന നല്ല ലൂട്ട് ബ്രോ. അയ്യോ, അറിയാതെ അടിച്ചാ ബ്രോ കേട്ട ഗൈസ്, അറിയാതെ അടിയുള്ളൂ. ഞാൻ ഷിഫ്റ്റ്. ഇനി എനിക്ക് നിന്നെ വേണ്ട. ഞാൻ വേറെ വിളിച്ചപ്പിക്കുക. ഈ വില്ലേജിൽ താമസിക്കാം ഗൈസ്. നമ്മൾ ഈ വില്ലേജിൽ താമസിക്കാൻ പോകും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ മറക്കാതെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടെ നിൽക്കിയേക്ക്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കും. സബ്സ്ക്രൈബ്